ഹലോ ഗായ്സ്, അങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം. ഈ വാക്കൊക്കെ ഇങ്ങനെയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഇനി വന്നിട്ട് ഇങ്ങനെയാണോ മലയാള ഭാഷ അപമാനിക്കുന്നു എന്നൊന്നും പറയരുത്. എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ഈ വാക്കുകൾ പറയുന്നതേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ഫ്ലാഗ്ഷിപ്പ് മൊബൈലിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഏതാണല്ലേ, ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പം അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇറങ്ങിയിട്ട് 2 മാസത്തിൽ കൂടുതലായേ. എന്നാലും നമ്മുടെ ഒരു യൂസേജിൽ നമുക്ക് ബെസ്റ്റായിട്ട് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. OnePlus 15 ആണ് നമ്മുടെ താരം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആണ്, അല്ലെങ്കിൽ ഒരു നല്ല കിഡ്ലോസ്കി ചാനലാണ് എനിക്കറിയാം. എങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഓരോ കമന്റും ലൈക്കും സബ്സ്ക്രൈബാണ് എന്നെ വീണ്ടും വീഡിയോസ് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഇതിന് 3 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ള. 3 കളേഴ്സിൽ 2 എണ്ണത്തിൽ വരുമ്പോൾ ഗ്ലാസ് ബാക്ക് ആണ് വരുന്നത്. സോ അതിന് ഇച്ചിരി പ്രൈസ് കൂടുതലാണ്, മറ്റതിന് ഇച്ചിരി പ്രൈസ് കുറവാണ്. ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ ഇതൊരു മികച്ച ഫോണെന്ന് തന്നെ പറയാം. മൈക്രോ ആർക്ക് ടെക്നോളജി ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. സോ പെട്ടെന്നൊന്നും കയ്യിൽ നിന്ന് തറയിൽ വീണെന്നും പറഞ്ഞ് ഒന്നും സംഭവിക്കില്ല. ഇതിന്റെ ഡിസൈൻ വന്നിട്ട് ബോക്സി ഡിസൈൻ ആണ്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, അതും 6.78 ഇഞ്ചിന്റെ. ഇതിന്റെ തിക്നെസ് വന്നിട്ട് 8.1 mm ആണ്. ഇതിന്റെ വെയിറ്റ് വന്നിട്ട് 211 ഗ്രാം ആണ്. അതിങ്ങനെ ഗ്ലാസ് ബാക്ക് ഉള്ള ഫോണുകളുടെ വേരിയന്റിൽ മാറ്റമുണ്ട്, കുറച്ചല്പം വെയിറ്റ് കൂടുതലാണ്. 165 ഹെഡ്സിന്റെ LTPO ഡിസ്പ്ലേയോട് കൂടിയുള്ള അമലോഡ് ഡിസ്പ്ലേ ആണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാറ്ററി നല്ലവണ്ണം ഇത് മെയിൻറ്റെയിൻ ചെയ്യും. ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വന്നിട്ട് 1800 നിറ്റ്സ് ആണ്. പിന്നെ ഇതിലുള്ള ഒരു പ്രത്യേകത, നിങ്ങൾക്ക് ഇതിന്റെ ബ്രൈറ്റ്നസ് 1 നിറ്റ്സ് വരെ കുറയ്ക്കാൻ പറ്റും. പക്ഷേ യൂസേജിൽ നിന്ന് മനസ്സിലായത്, നമ്മൾ ഈ ഓട്ടോ ബ്രൈറ്റ്നസ് ഇട്ടിരിക്കുമ്പോൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ആവാൻ ഇച്ചിരി ടൈം എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വെയിലത്തിൽ നിന്ന് ഇച്ചിരി തണലത്തോട്ടുള്ള സ്ഥലത്തിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും അതൊന്ന് അഡ്ജസ്റ്റ് ആവാൻ ഒരു ചെറിയൊരു ലാഗ് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ള ഇതിന്റെ ബെസൽസ് ആണ്. നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത 1.5 mm ബെസൽസ് ആണ് ഇതിൽ യൂസ് ചെയ്തത് യൂണിഫോംലി. ഇതിന് ഡോൾബി വിഷനും HDR സപ്പോർട്ടും അവൈലബിൾ ആണ്. പിന്നെ ഈ ഫോണിന് എടുത്തു പറയാനുള്ളതാണ് ഇതിന്റെ IP റേറ്റിംഗ്. നമ്മൾ സാധാരണ കണ്ടുവരുന്നത് ഒരു 3 IP റേറ്റിംഗ് ഒക്കെയാണ്. പക്ഷേ ഈ ഫോണിന് 4 IP റേറ്റിംഗ് ആണ് ഉള്ളത്. IP66, IP68, IP69, പിന്നെ ഇതിന്റെയൊക്കെ രായാവ് IP69K സ്പീക്കറിനെ പറ്റി. ഡ്യുവൽ സ്പീക്കറാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ OnePlusന്റെ സ്പീക്കറിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ക്വാളിറ്റി സൗണ്ടാണ്. വേറൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത്, എന്നെ പോലെ കണ്ണാടിയൊക്കെ വെക്കുന്നവർക്ക് ഒരുപാട് ഐ കെയർ മോഡ് ഇതിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് എന്താണ്, ആ ഒരു മോഡിലൊക്കെ ഇട്ട് ഈ ഫോൺ യൂസ് ചെയ്താൽ നമ്മുടെ കണ്ണിനെ ബാധിക്കുന്നത് വളരെ കുറവായിരിക്കും. അതിപ്പോൾ കണ്ണാടി വെച്ചവർക്ക് മാത്രമല്ല, കണ്ണാടി വെക്കാത്തവർക്ക് യൂസ്ഫുൾ ആണ്. നാളെ വെക്കാണ്ടിരിക്കാൻ വേണ്ടിയേ. പ്രോസസ്സർ, നിങ്ങൾ ഒരു ചിപ്സെറ്റ് ഉള്ള ഫോൺ കാണും, 2 ചിപ്സെറ്റ് ഉള്ള ഫോൺ കാണും. പക്ഷെ ഇതിലോ 3 ചിപ്സെറ്റാണ്. ആദ്യത്തെ വന്ന് ഇതിന്റെ പ്രോസസ്സർ, രണ്ടാമത്തെ വന്നിട്ട് ഇതിന്റെ ടച്ച് റെസ്പോൺസിനെ ഒന്നും കൂടെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഹാപ്റ്റിക്സ് ഒക്കെ ഒരു രക്ഷയില്ല, നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. മൂന്നാമത്തത് ഇതിന്റെ വൈഫൈ കണക്ടിവിറ്റി. ഇതിന്റെ പ്രോസസ്സർ വന്നിട്ട് സ്നാപ്ഡ്രാഗൺ 8L8ന്റെ Gen 5 ആണ്. ഈ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഈ പ്രോസസ്സറിൽ ഒരു ഫോൺ ഇറങ്ങുന്നത്. ഇത്രയും കൂടിയ പ്രോസസ്സർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നിട്ട് Oxygen OS 16 ആണ്, ആൻഡ്രോയിഡ് 16 കൂടി ഇപ്പോൾ റൺ ചെയ്യുന്നത്. പിന്നെ ഗൂഗിൾ ഡയലർ അല്ല, ഓക്സിജന്റെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടും റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പുറത്ത് വിളിച്ച് പറയത്തില്ല നിങ്ങളെ കോൾ റെക്കോർഡിംഗ് ആണ്. അതൊരു നല്ലതല്ലേ. സ്റ്റോറേജ് വന്നിട്ട് 2 വേരിയന്റിലാണ് വന്നിരിക്കുന്നത്. അതും LPDDR5S Ultra Plus ടൈപ്പോട് കൂടിയുള്ള റാമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 12 16 GB. ഇന്റർണൽ സ്റ്റോറേജ് വന്നിട്ട് 256 GB, 512 GB UFS 4.1 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെയും OnePlus നല്ല കിഡിലോസ്കി സ്റ്റോറേജ് ആണ് തന്നിരിക്കുന്നത്. പിന്നെ ഇതിന് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 2 സ്കോർ ഒക്കെ നോക്കുന്ന ടൈമിന് കുറച്ച് ഹീറ്റിംഗ് കാണിച്ചു. പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഹീറ്റിംഗ് പ്രോബ്ലം ഇല്ല. ഇപ്പൊ ഗെയിം കളിക്കാനാണെങ്കിലും ആ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ ഈ 1, 2, 3 മണിക്കൂറൊക്കെ ഗെയിം കളിക്കുമ്പോൾ ചെറിയൊരു വാർത്തൊക്കെ വരും. അതിപ്പോൾ ഏത് ഫോണിലാണെങ്കിലും വരും, സ്വാഭാവികമാണ്. അത് കണ്ടിട്ട് ഇതിന് ഹീറ്റ് ഉണ്ട് എന്ന് പറയരുത്. ക്യാമറ, ആദ്യം നമുക്ക് ക്യാമറയെ പറ്റി സംസാരിക്കാം, പിന്നെ ഇതിന്റെ പരിമിതികളെ പറ്റി സംസാരിക്കാം. സെൽഫി ക്യാം വന്നിട്ട് 32 MBയുടെ സോണി IMX 709ന്റെ സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോട്ടോസ് ഒക്കെ കുഴപ്പമില്ല, ചെറിയൊരു കളർ വേരിയൻസ് ഒക്കെ വന്നിട്ടുണ്ട്. കുറച്ച് ബ്യൂട്ടിഫൈ ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഇത്തിരി സോഫ്റ്റൻ ആയി പോയി. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ, ലൈറ്റിങ്ങിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ വരും. ഒന്ന് സോഫ്റ്റൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു വൈറ്റിഷ് കളർ കയറി വരിക. പിന്നെ നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നല്ല ഫോട്ടോസും വീഡിയോസും തന്നെയാണ് കിട്ടുന്നത്. 4K 60 FPS വരെ നമുക്ക് ഫ്രണ്ടിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. പ്രൈമറി ലെൻസ് വന്നിട്ട് സോണിയുടെ തന്നെ IMX 906ന്റെ 50 MBയുടെ ലെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടെലിഫോട്ടോയും 50 MBയുടെ സാംസങ്ങിന്റെ JN5 സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ 2 സെൻസറിനും വിത്ത് OIS ആണ് കൊടുത്തിട്ടുള്ളത്. ടെലിഫോട്ടോ നമുക്ക് 3.5x വരെ ഒപ്റ്റിക്കൽസും അവൈലബിൾ. അൾട്രാ വൈഡും 50 MBയുടെ ലെൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തത്. എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ഇതിന്റെ മെയിൻ ലെൻസ് ഉപയോഗിച്ച് നമുക്ക് 8K 30 FPS വരെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം കൂടെ എടുത്തു പറയാനുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ആൻഡ്രോയിഡ് ആണ് 4K 120 FPS
അതും ഡോൾബി വിഷനോടുകൂടി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. ഇതിന്റെ കുറവുകളിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോട്ടോ എടുക്കുന്ന ടൈമിൽ ചെറിയ ഒരു വൈറ്റിഷ് കളർ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പൊ ഡിം ലൈറ്റ് ഒക്കെ ആണ്, അല്ലെങ്കിൽ ഇച്ചിരി ലോ ലൈറ്റ് ഒക്കെ ആണെങ്കിൽ ഇച്ചിരി വൈറ്റിഷ് കളർ നമ്മളൊന്ന് ബ്യൂട്ടിഫൈ ചെയ്യാനാണ് അവർ നോക്കുന്നത്. പക്ഷെ ആ ഒരു കളർ ട്യൂണിങ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. ചില ഫോട്ടോകളിൽ എന്നാൽ ക്ലോസ് ടു നേച്ചർ ഫോട്ടോസും ഉണ്ട്. ഇപ്പൊ നമുക്ക് തോന്നും ഒരു ഫോൺ എടുത്തതല്ലേ ഈ 2 ഫോട്ടോസും എന്ന്. അല്ലാത്ത പക്ഷം ക്യാമറ വലിയ കുഴപ്പമില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം അവരുടെ ട്യൂണിങ് അവർ തന്നെ സ്വന്തമായിട്ട് നടത്താനും അങ്ങനെ ഒരു പരീക്ഷണമെങ്കിലും സ്വന്തമായിട്ട് നടത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതായത് ഒരു പരിധി വരെ അവർ ജയിച്ചിട്ടുമുണ്ട്. ഇനി ഒരു അപ്ഡേറ്റ്സ് വരെ ഈ പറഞ്ഞ പോലെ ഈ സോഫ്റ്റനിങ്ങും എല്ലാം ഒന്ന് കറക്റ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, ക്യാമറ പാർട്ടും സൂപ്പർ ആവും. അതുപോലെ തന്നെ ഇതിന്റെ വീഡിയോഗ്രാഫി ഒരു രക്ഷയില്ല. നല്ല വീഡിയോഗ്രാഫിയാണ്, നല്ല സ്മൂത്താണ്, സ്റ്റെബിലൈസേഷനും ഒക്കെയാണ്. ഈ പറഞ്ഞ പോലെ ഈ ലൈറ്റ് ഡിം ആവുമ്പോൾ ഉള്ള പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അതിപ്പോൾ ഏതൊരു ഫോൺ എടുത്താലും നിങ്ങൾക്ക് നല്ല ലൈറ്റിംഗ് കണ്ടീഷനിൽ കിട്ടുന്ന ഫോട്ടോസിനെ പോലെ അത്രയും ഒരു മനോഹരം എങ്ങനെ പോയാലും ഡിം ലൈറ്റ് കിട്ടത്തില്ല. അതും ഒരു നഗ്നമായ സത്യമാണ്. ബാറ്ററി കാർബൺ സിലിക്കോൺ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ ബാറ്ററി വരുന്നത്. 7300 mAh ബാറ്ററിയാണ് ഇതിലുള്ളത്. ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂസ് ഒന്നും ഇതിൽ ഇതുവരെ ഇല്ല. ഒരു നോർമൽ യൂസിന് 1-1.5 ദിവസം ഇത് നല്ലപോലെ നിൽക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളൊരു ഹെവി യൂസർ ആണ് എങ്കിൽ ഒരു 16 മണിക്കൂറൊക്കെ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഇതിൽ ചാർജ് നിൽക്കും. പിന്നെ ഇതിന്റെ ചാർജർ 120 വാട്ടിന്റെ സൂപ്പർ വൂക്ക് ചാർജറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെറുക്കെന്നും പറഞ്ഞ് ചാർജ് ചെയ്യാൻ പറ്റും. ഒരു 3/4 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും 0 to full ചാർജ് ഇതിലായിരിക്കും. എടുത്തു പറയേണ്ട വേറൊരു കാര്യം ഇതിന്റെ വയർലെസ് ചാർജിങ് ആണ്. അതും അവർ 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പ്ലസ് കീ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾക്ക് പറ്റും. പക്ഷെ അറ്റ് എ ടൈം ഒന്നേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിപ്പോൾ നമുക്ക് ഫ്ലാഷ് ഓൺ ആക്കാനിടാം, റിമൈൻഡേഴ്സ് വെക്കാനിടാം, സ്ക്രീൻഷോട്ട് എടുക്കാനിടാം, പിന്നെ നോർമൽ ആക്കാനും ഫോൺ സൈലന്റ് ആക്കാനും ഇടാം. പിന്നെ AI ഫീച്ചേഴ്സിന് അത് പിന്നെ ഈ പ്ലസ് കീ നമുക്കൊരു മൈൻഡ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇത്രയും കാലം നമ്മൾ കണ്ടുവന്നുകൊണ്ടിരുന്നത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുകയൊക്കെയല്ലേ. പക്ഷേ ഈ ഒരു മൈൻഡ് സ്പേസിൽ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്തും സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ എല്ലാ AI പോലെ തന്നെ AI സെർച്ച് ഉണ്ട്, AIയുടെ കുറെ കുണ്ടാമണ്ടിട്ടൊക്കെ ഇതിലും ഉണ്ട്. ഗെയിമിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ റിവ്യൂവേഴ്സും എല്ലാവരും എപ്പോഴും പറയുന്ന 2 ഗെയിമാണ് BGMAയും കോൾ ഓഫ് ഡ്യൂട്ടി. അതിന് ഇത് വെൽ ഒപ്റ്റിമൈസ്ഡ് ആണ്, നല്ലവണ്ണം കളിക്കാൻ പറ്റും. 120 FPS സൂപ്പർ ആയിട്ട് കളിക്കാൻ പറ്റും. നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ 165 FPS വരെ കിട്ടും. പക്ഷേ ബാക്കി പല ഗെയിംസും അത്രയൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഒരു 90, 60, 30 അത്രയൊക്കെ കിട്ടുന്നു. അതും കൂടെ ഒന്ന് മൈൻഡിൽ വെച്ച് കുറച്ചും കൂടെ നന്നാക്കിയിരുന്നുവെങ്കിൽ ഒന്നും പറയാനില്ല, ഇതൊരു സൂപ്പർ കില്ലാടിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.